ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനു താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ പിള്ളേർ താഴെ നിൽക്കുക. മനുവേട്ടാ, അച്ഛൻ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചു. ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കുന്ന കാര്യമല്ല മോളെ. അങ്കിൾ രണ്ടിലൊന്ന് തീരുമാനിച്ച മട്ടിലാണ് എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുക. അന്നേരത്തേക്ക് നമ്മുടെ മനു. ഈ സമയത്ത് വൈജയന്തി പതുക്കെ റൂമിൽ നിന്ന് ഇറങ്ങി വരിക. അയാൾ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചു. അല്ലേ, എനിക്ക് എന്നാത്തിൻ്റെ കേടാണെന്ന് ഞാൻ ഓർക്കുന്നത്. വല്ല കാര്യമുള്ള കാര്യമാണോ എന്ന് മനു വൈജയോട് ചോദിക്കുക. നീയല്ലേ അവളെ കൊണ്ടുവന്നേ, അപ്പം നീ തന്നെ വേണം ഇതിനൊരു അവസാനം കാണാനെന്ന് മനുവോട് ഈ വൈജ പറയുമ്പം എൻ്റെ പൊന്നാൻറ്റി ഞാൻ തോറ്റുവെന്ന് പറഞ്ഞു മനു. ബാലചന്ദ്രൻ എന്നാ പറഞ്ഞേ, അലീനെ പറഞ്ഞേക്കില്ലെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മില്ലിമീറ്ററിന് പോലും അങ്കിൾ വീട്ടിൽ തരില്ല ആൻറ്റി. ഒരാളെ കൊല്ലേണ്ട വന്നാൽ ജയിലിൽ പോകേണ്ടി വന്നാലും അലീനെ തിരിച്ചയക്കത്തില്ല എന്ന് തീർത്തു പറഞ്ഞു എന്ന കാര്യവും മനു പറയുക. അപ്പോഴിവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അത്രയ്ക്ക് ഞരമ്പി പിടിച്ചു പോയ അവളെ എന്ന് പറയുമ്പം അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ ഇതിനകത്ത് എന്തിനു വന്ന് പെട്ടു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു അവജ്ഞത തോന്നുകയാണെന്ന് മനു. ബാലചന്ദ്രൻ ഈ കുടുംബത്തെക്കാളും വലുത് അവളല്ലേ എന്ന് ഈ വൈദ്യ ചോദിക്കുമ്പം ഞാൻ അലീനയോട് കൂടി ഒന്ന് സംസാരിച്ച് നോക്കാം, ഒരവസാന പരിശ്രമം എന്നുള്ള രീതിക്ക് എന്നും പറഞ്ഞു മനു ഇങ്ങനെ പറയുമ്പോൾ വൈദ്യ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് മനു പതുക്കെ അങ്ങ് പോവുക അലീനെ കാണാനായിട്ട്. വൈദ്യ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. സമയത്ത് അടുക്കളയിലേക്ക് ചെന്നിട്ട് അലീന എന്നും പറഞ്ഞ് വിളിച്ചു മനു. പക്ഷെ അലീന അവിടെയൊന്നും കണ്ടില്ല. അലീന എന്നും പറഞ്ഞ് വിളിച്ച് പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മൂലയ്ക്ക് ഒരു സൈഡിൽ ഇങ്ങനെ പേടിച്ചാരാണ്ട് ഒതുങ്ങി കൂടി അങ്ങനെ ഇരിക്കും അലീന. അപ്പോൾ ആ ഇരിപ്പും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനുവിന് ശരിക്കും സങ്കടം വന്നു. മനു ഞെട്ടിപ്പോയി അലീന ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ. എന്നിട്ട് അലീന എന്ന് പറഞ്ഞ അടുത്തേക്ക് ചെന്നു. അലീന എഴുന്നേറ്റ് നോക്കുമ്പോൾ അതേ മനുവേട്ടൻ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ, ചങ്ക് പൊട്ടി അലീന കരയുക. അത് കണ്ടപ്പോഴത്തേക്കും മനുവിനും ആകെ വിഷമമായിട്ടോ. മനു ഇങ്ങനെ ആകെ ദയനീയമായിട്ട് അലീനയെ നോക്കുക. അലീന എഴുന്നേക്ക്. പതുക്കെ അലീന ഇങ്ങനെ തൊട്ടിട്ട് അലീന എഴുന്നേക്കെന്ന് പറഞ്ഞു. പക്ഷെ അലീനയ്ക്കാണെങ്കിൽ ഒരു അലീന എന്നിട്ട് പതുക്കെ പിടിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് മനുവിൻ്റെ നേരെ നിൽക്കാൻ നോക്കുമ്പോൾ പിന്നെ ഇങ്ങനെ വീഴാൻ പോയ അലീനെ പിടിച്ച് നമ്മുടെ മനു അവിടെ എങ്ങനെ നിർത്തി. ആ സമയത്തും അലീനയുടെ ഭാവമൊക്കെ കണ്ടപ്പോൾ മനുവിന് ശരിക്കും പേടിയായി. എന്താ അലീന പ്രശ്നം, തനിക്കിത് എന്നാ പറ്റിയതെന്ന് മനു അലീനയോട് ചോദിക്കുക. അലീനയാണെങ്കിൽ നിന്നും ഭയങ്കര കരച്ചിൽ, മനുവിൻ്റെ നേരെ പോലും നോക്കുന്നില്ല. അപ്പോൾ പേടിയാണോ എന്താണെന്ന് അറിയാത്തൊരിതായിട്ട് മനുവിന് തോന്നുന്നത്. അപ്പോൾ എന്താണെന്ന് താൻ കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ അലീനൊന്നും മിണ്ടുന്നില്ല. നീ ഇവിടുന്ന് പോയിക്കോളാവെന്ന് എല്ലാവരോടും സമ്മതിച്ചിട്ട് പിന്നെ എന്തുകൊണ്ടാണ് നീ ഇവിടുന്ന് പോവാത്തേ എന്ന് മനു ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, എനിക്ക് പോവാൻ പറ്റത്തില്ല മനുവേട്ടാന്നും പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുക. അപ്പോൾ നീ സമ്മതിച്ചല്ലേ എന്ന് ചോദിച്ചു മനു. അപ്പോഴത്തേക്ക് അലീനയുടെ ആ ഒരു ഇതൊക്കെ അപ്പോൾ ഇല്ല മനുവേട്ടാ, ഇല്ല എനിക്ക് പറ്റത്തില്ല മനുവേട്ടാ പോകാൻ, എനിക്ക് എവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അലീന കരയുക. ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അപ്പോൾ എന്നോട് പറയല്ലേ, നിർബന്ധിക്കല്ലേ, ഇവിടുന്ന് പോകാൻ എന്നോട് പറയല്ലേ എന്നും പറഞ്ഞ് ഭയങ്കര എന്തോ ഒരു ഭ്രാന്ത് കാണിക്കുന്ന പോലെയൊക്കെ തോന്നുമോ മനുവിനെ അലീന നിന്ന് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് അലീന നിനക്ക് എന്താ പറ്റിയേ, നീ എന്താ ഇങ്ങനെയെന്ന് മനു ചോദിച്ചു. നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ മനു അന്നേരം ചോദിച്ചു. അപ്പോൾ എന്നോടൊന്നും ചോദിക്കില്ലേ മനുവേട്ടാ പ്ലീസ്, എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു ഭയങ്കര കരച്ചില്ല അലീന പേടിയോടെ ഇങ്ങനെ നിന്ന് കിളിയാന്ന് വിറയ്ക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മനുവിന് ആകെ ദയനീയാവസ്ഥയാണ് തോന്നുന്നത്. എന്നെ എല്ലാവരും കൂടെ കൊന്നോട്ടെ, അതാ നല്ലതെന്ന് അലീന ഇങ്ങനെ പറയുക അന്നേരം മനുവിനോട്. എന്നാലും ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്നും പറഞ്ഞ് അതുപോലെ തന്നെ അവിടെ അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഭയങ്കര കരച്ചിൽ. എന്നിട്ട് മനു ആണെങ്കിൽ അവിടെയും തോറ്റു, നേരെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നു. അലീനയാണെങ്കിൽ ആ സൈഡിൽ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. മുത്തശ്ശിയുടെ റൂമിലേക്കാണ് മനു അങ്ങോട്ട് ഓടി പോകുന്നത്. അപ്പം മുത്തശ്ശി പണ്ട് പറഞ്ഞൊരു പഴഞ്ചൊല്ല എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പം ഞാൻ മുത്തശ്ശിയോട് അങ്ങോട്ട് പറയാമെന്ന് മനു മുത്തശ്ശിയോട് പറയുക. പണ്ട് റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നടപ്പാതകളും നടപരമ്പുകളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലവരും നേർക്ക് നേരെ വന്നാൽ അവർക്ക് 3 വഴിയുണ്ട്. 2 ആളും 2 വശത്തേക്ക് ഒഴിഞ്ഞു കൊടുത്ത് നടന്നു പോകും. നല്ലവനും പോക്കിരിക്കും 2 വഴി. പോക്കിരി വഴി മാറി കൊടുക്കത്തില്ല. പിന്നെ നല്ലവൻ സൈഡിൽ കൂടെ അങ്ങനെ വഴി മാറി അങ്ങ് പോകും. പോക്കിരിയും നേർക്ക് നേരെ വന്നാൽ വഴി പിന്നെ അവിടെ ഇല്ല. 2 ആളും വഴി വിട്ട് കൊടുക്കാനേ പോകുന്നില്ല. അപ്പോൾ അടിച്ചു പിരിയുമെന്നും മനു മുത്തശ്ശിയോട് പറയാം. മുത്തശ്ശിക്ക് അന്നേരം ഇങ്ങനെ ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ടിരിക്കുക. കാര്യം മനസ്സിലായില്ലേ? വൈജയന്തി പോക്കിരിയും ബാലചന്ദ്രൻ പോക്കിരിയും നേർക്ക് നേരെ ഇപ്പോൾ വന്ന് നിൽക്കുക. വഴിയില്ല ഇനി മുന്നോട്ട്, അടിച്ചു തീരണം, അതാ വേണ്ടതെന്ന് മനു പറയുമ്പോൾ 2 പേരും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല എന്ന് മുത്തശ്ശി ചോദിച്ചു. അപ്പോൾ അല്ലെന്ന് മാത്രമല്ല, ഒന്നുകൂടെ കച്ച മുറുക്കി കെട്ടി അവിടെ നിൽക്കുക. ആരുടെ ഇവിടെ പോരിനു വാടാ, ഇതാണ് ഇവിടുത്തെ അങ്കക്കലി എന്നും പറഞ്ഞിങ്ങനെ മനു ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു. അപ്പം നീ അലീനയോട് സംസാരിച്ചില്ലേ, അവൾ എന്തുകൊണ്ടാണ് പോവാത്തതെന്ന് ചോദിക്കുമ്പം അവൾക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്കിളിനെ
കർശന നിർദ്ദേശം അവൾക്ക് കിട്ടിയിട്ടുണ്ട് പോകരുതെന്നുള്ളത്. അപ്പോൾ അങ്കിളിൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട കാര്യം എന്താ, ഇറങ്ങി അങ്ങ് പോയാൽ പോരെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം പോകാൻ പറ്റില്ല എന്ന് അലീന വെറുതെ പറയുന്നതല്ല മുത്തശ്ശി, അങ്കിള് ശരിക്കും അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പം എന്ത് ഭീഷണിയാ എന്ന് മുത്തശ്ശി ചോദിച്ചു. അത് അവൾക്ക് പറയാനേ അനുവാദമില്ല, ചിലപ്പോൾ വെടിവെച്ച് വീഴ്ത്തുമെന്നായിരിക്കും, അല്ലെങ്കിൽ കാറടിപ്പിച്ച് കൊല്ലുമെന്നായിരിക്കും, എന്താണെന്ന് അവൾക്കല്ലേ അറിയൂ, ചിലപ്പോൾ അതിനേക്കാളും കടുത്ത ഭീഷണിയായിരിക്കും എന്നൊക്കെ പറയുമ്പം ശരി അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം മുത്തശ്ശിക്ക് ചപ്പരമഞ്ചത്തിൽ കാലം നീട്ടിക്കൊണ്ട് അങ്ങനെ സുഖമായിട്ടങ്ങ് പറഞ്ഞാൽ മതി. വയസ്സ് 80 ഇനി മരിച്ചാലെന്ത് ജീവിച്ചാലെന്ത്, 23 വയസ്സുള്ള ഒരു പെണ്ണിൻ്റെ ജീവിതമേ അത് അങ്ങനെയല്ല, അവൾ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് നമ്മുടെ മനു പറയുമ്പം നീ പറഞ്ഞില്ലേ അവളോട് പോകാനായിട്ട്, നീയല്ലേ അവളെ കൊണ്ടുവന്നേ, നീ പറയുമ്പോൾ അവൾ പോവണ്ടേ എന്ന് മുത്തശ്ശി ചോദിക്കുക. അപ്പോൾ എനിക്ക് പറയാവുന്നത് പോലെയൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, ദേ എൻ്റെ മുന്നിൽ കന്നുകാലികളെ പോലെ നിന്ന് കരയാം, അവൾക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് മനു പറയുമ്പോൾ മുത്തശ്ശിയെ നോക്കും, അത് നമ്മൾ മനസ്സിലാക്കണ്ടേ മുത്തശ്ശിയെന്ന് ചോദിച്ചു. എടാ ആര് മനസ്സിലാക്കും, വൈജയ്ക്കും മനസ്സിലാകത്തില്ല, എനിക്കും പിടി കിട്ടുന്നില്ല, അതുപോലെയല്ലേ പിള്ളേരും, അത് തന്നെയാ പറഞ്ഞത്, പോക്കിരിക്കും വഴിയില്ലാന്ന്. ശടാ അടിച്ച് തീരട്ടെ, അതാ നല്ലതെന്ന് മനു അന്നേരം ഇവിടെ ഒന്ന് മുത്തശ്ശിയോട് പറഞ്ഞു. മക്കളെങ്കിലും ഒന്ന് ഓർക്കണ്ടേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം ഞാൻ കണ്ടിട്ടുള്ളത് മക്കളെ കൂടുതൽ ഏറ്റവും ആശങ്ക അമ്മയ്ക്കാണ്, അച്ഛൻ അതിൻ്റെ ഒരു 10-1 പോലും ഞാൻ ഇല്ല, പക്ഷേ ഇവിടുത്തെ മക്കൾ പുല്ലാണെങ്കിൽ അമ്മയ്ക്ക് വെറും പൂടയാണെന്ന കാര്യം പറഞ്ഞു മനു. അവർ മത്സരിക്കട്ടെ, കാണാം നമുക്ക് എന്താകുമെന്ന് കാണാമെന്നും പറഞ്ഞു മനു അവിടെ നിന്ന് അങ്ങ് പോയി. മുത്തശ്ശി അതിനേക്കാളും ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മനു പുറത്തേക്ക് ചെല്ലുക വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ബാലൻ ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് ഇത് കാണുക. അപ്പോൾ മനു അത് കണ്ടു, ബാലൻ മുകളിൽ നിന്ന് നോക്കുന്നത്. മനു നോക്കുന്നത് കണ്ടപ്പോൾ ലാഘവത്തോടെ അയിലിയൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. മനു എന്നിട്ട് അങ്കിളിനെ ഒന്ന് നോക്കി എന്നിട്ട് വണ്ടിയെ കയറി മനു അവിടെ നിന്ന് അങ്ങ് പോയി. മനു പോയി കഴിഞ്ഞപ്പോൾ ബാലൻ കുറച്ച് നേരം അവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് നേരെ മുറിയിലേക്കും കയറിപ്പോയി. എല്ലാം കഴിഞ്ഞു മനു സ്വന്തം വീട്ടിലേക്ക് വന്നു. അപ്പോൾ ദേ രാജീവൻ ഇറങ്ങി വരുമോ വിഷയം എന്തായെന്ന് അറിയാനായിട്ട്. കമലയൊക്കെ ഓടി ഇറങ്ങി വരുമോ കേട്ടോ. അപ്പം മനു ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കുമോ, കുറച്ച് നേരം അവിടെ ഇരുന്നു. ഒരു ദീർഘശ്വാസമൊക്കെ വിട്ട് വീടിനകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ അമ്മയും അങ്കിളും വന്നിങ്ങനെ നിൽക്കുമോ വിവരം അറിയാനായിട്ട്. അപ്പോൾ മനു കയറി ചെന്ന് കഴിഞ്ഞപ്പം എന്തായടാ അലീനെ പറഞ്ഞു കിട്ടുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. നീ പോയപ്പോഴേ എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ രാജീവൻ പറയുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ, ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് രാജീവ് പറയുമ്പം കൊച്ചച്ഛൻ വെറുതെ ചെന്ന് അപകടത്തിൽ വീഴണ്ട, നല്ല പോലെ ആലോചിച്ചിട്ട് വേണം അങ്ങോട്ട് ഓരോ സ്റ്റെപ്പും വെക്കാനെന്ന കാര്യം മനു രാജീവിനോട് പറയുക. അപ്പം അത് കേട്ടപ്പം അവളെന്നാ പറയുന്നു വൈജ എന്ന് കമല ചോദിക്കുമ്പോൾ അത് വൈജാൻറ്റിക്ക് തന്നെ ഒരു പിടിയും കിട്ടാതെ ഇരിക്കുകയാണെന്ന കാര്യം പറയുക. അന്നേരം മനു രാവിലെ വൈജാൻറ്റിയെ അലീനെ ചെന്ന് വിളിക്കുമ്പോഴേ അവൾ ബാഗും എടുത്ത് പോകാൻ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു എന്നുള്ള കാര്യം മനു പറഞ്ഞു. അങ്കിള് രാത്രി വാതിൽ പൂട്ടിയത് കൊണ്ടാണ് അവൾക്ക് പോകാൻ പറ്റാതിരുന്നത്. താക്കോൽ വാങ്ങാനായിട്ട് മുകളിലേക്ക് പോയ അലീന ആകെ തകർന്നാണ് തിരിച്ചു വന്നതെന്നും ആൻറ്റി ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ബാലചന്ദ്രൻ അവളെ ഭീഷണിപ്പെടുത്തി കാണുമെന്ന കാര്യം രാജീവൻ അന്നേരം പറയാം. അപ്പം എന്നാ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനാ, കൊല്ലുമെന്നോ? അതിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് മനു അന്നേരം ചോദിച്ചു. എടാ കൊല്ലുമെന്ന് പറഞ്ഞാൽ ആരാടാ പേടിക്കലാത്തെന്ന് രാജീവ് ചോദിക്കുമ്പം അങ്കിൾ അങ്ങനെയൊന്നും ഒരിക്കലും പറയത്തില്ല, അതും അലീനയോട് അങ്ങനെ സംഭവിക്കില്ല, ആൻറ്റിയോട് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കുമായിരിക്കും എന്ന് മനു അന്നേരം ഇവരോട് പറഞ്ഞു. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് അവൾ പോവാതിരുന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത്, നീ അത് ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ചോദിക്കാതിരിക്കുമോ, ഞാൻ ചോദിച്ചു, അവൾക്കത് പറയാൻ പറ്റുന്നില്ല എന്നും മനു പറഞ്ഞു. അങ്കിൾ അവളോട് പോവണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അപ്പം എന്ന് പറഞ്ഞു, ആര് പറഞ്ഞു? ബാലചന്ദ്രൻ പറഞ്ഞു. എടാ അയാളല്ലേ അവൾ പോകാതിരിക്കാൻ വാതിൽ പൂട്ടി വെച്ചതെന്ന് ഇയാൾ ചോദിക്കുക. അപ്പോൾ നിങ്ങളാരും അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയാതെ അതിൽ ചെന്ന് കൈയിട്ടാൽ നിങ്ങളുടെ കൈ പൊള്ളി, ഞാൻ പറഞ്ഞേക്കാമെന്ന് മനു പറയുക. നിനക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ പ്രശ്നം എന്താണെന്ന് രാജീവൻ മനുവിനോട് ചോദിച്ചു. അന്നേരം മനു ഒന്നും മിണ്ടിയില്ല. മനു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പോലും സാധിച്ചില്ല എന്നും പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഗംഗാധരൻ വലിയച്ഛൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്നാണെന്നുള്ള കാര്യം മനു പറഞ്ഞു. എന്തായാലും കുറ്റം ബാലചന്ദ്രൻ അങ്കിളിൻ്റേതല്ല, അലീനയുടെ ഇതും അല്ല എന്ന് മനു പറയുമ്പോൾ പിന്നെ ആരുടെയാടാ കുറ്റം, വൈജയുടേതാണോ എന്ന് ചോദിച്ചു. എടാ സ്വന്തം വീട്ടിലെ കൂലിക്ക് നിൽക്കുന്ന വീട്ടുവേലക്കാരിയെ നിലയ്ക്ക് നിർത്താനും പറഞ്ഞയക്കാനും പറ്റുന്നില്ലെങ്കിൽ അവൾ എന്തിനാടാ വീട്ടമ്മയാണെന്ന് പറഞ്ഞ കുടുംബത്തിൽ ജീവിക്കുന്നത്? എന്തിനാണ് ബാലചന്ദ്രൻ്റെ ഭാര്യ പദവി അവൾക്ക്? അതിലെന്ത് വിലയാടാ ഉള്ളതെന്നൊക്കെ രാജീവൻ ചോദിക്കുമ്പം എനിക്കതറിയില്ല എന്ന് പറഞ്ഞു. എനിക്കൊന്ന് മാത്രം നിങ്ങളോട് പറയാനുള്ളൂ, ആ വീട്ടിൽ കയറി അതിക്രമമോ അധികാരമോ കാണിക്കാൻ പോയേക്കരുത്. അത് ബാലചന്ദ്രൻ മേനോൻ എന്ന് പറയുന്ന ആളിൻ്റെ വീടാ. കൊച്ചച്ഛന് സിംഗപ്പൂരിൽ തിരിച്ചു പോകാനുള്ളതാണെന്നുള്ള ഓർമ്മയെങ്കിലും വേണം കേട്ടോ എന്നും മനു പറഞ്ഞു. അപ്പം അതെന്നാന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാമെന്ന് ഇയാൾ പറയുമ്പം നിങ്ങളെല്ലാവരും
അതായത് അച്ഛനും വല്യച്ഛനും കൊച്ചച്ഛനും കൂടി ഒത്തൊരുമിച്ചിരുന്ന് കൂടി ആലോചിച്ച് ബാലചന്ദ്രൻ അങ്ങളെയും വൈജാൻ്റെയും കണ്ട് സംസാരിച്ച് എന്താണ് മൂല കാരണം എന്നാദ്യം കണ്ടെത്തി അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് മനു പറയുമ്പം, മനുവേ നിന്റെ ഉപദേശം എനിക്കെന്തായാലും വേണ്ട, ഇത് കൈകാര്യം ചെയ്യാനുള്ള പ്രായമൊക്കെ എനിക്കുണ്ടെന്ന് രാജീവൻ പറയുമ്പം ഓക്കെ, കൊച്ചച്ഛൻ്റെ ഇഷ്ടം, അതെന്ത് വേണമെങ്കിലും കാണിച്ചോളാൻ പറഞ്ഞിട്ട് മനു അകത്തേക്ക് കയറിപ്പോയി. മനു പറയാനുള്ളത് മാന്യമായ ഭാഷയിൽ പറഞ്ഞു. പക്ഷെ രാജീവൻ അത് കേൾക്കാൻ ഉദ്ദേശമില്ല. വിട്ടു കൊടുക്കരുത് രാജീവേ എന്നും പറഞ്ഞുകൊണ്ട് കമല ചെന്ന് പെരുപ്പിച്ചും കൂടി അങ്ങ് കൊടുത്തു. അപ്പോൾ പിരികേറ്റിട്ട് കമല അങ്ങ് പോയി. രാജീവൻ അവിടെ ആലോചിച്ച് നിൽക്കുക. അലീനയാണെങ്കിൽ അടുക്കളയിൽ ആ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴും ബാലൻ അവിടെ നിന്ന് ഇങ്ങനെ അലാറം അടിച്ചുകൊണ്ടേ ഇരിക്കുക. പാവ അവിടുന്ന് വിറച്ച് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റു. പക്ഷേ എഴുന്നേറ്റെടുത്തുനിന്ന് നിവർന്ന് നിൽക്കാൻ അതിന് പറ്റുന്നില്ല. തളർന്ന് വീഴുക അലീന. പേടിച്ച് വിറച്ചിങ്ങനെ എങ്ങനെയോ തപ്പിത്തടഞ്ഞ് എഴഞ്ഞ് നീങ്ങി ഹോള് വരെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല, ആരും ഇല്ല അവിടെ. അലീന ഇങ്ങനെ പതുക്കെ ഇതിലിങ്ങനെ ചെല്ലുക. എന്നിട്ട് 4 പാടും ഇങ്ങനെ അലീന നോക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നിക്കടി എവിടെയെന്ന് പറഞ്ഞ് വൈജ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ വൈജ വന്നിട്ട് അലീനെ തുറിച്ച് നോക്കുവാണ്. ദയനീയമായിട്ട് അലീന വൈജയെ നോക്കുക. ആ സമയത്ത് നിനക്ക് എന്നതാടി പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അലീന നിന്ന് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞ് നിർത്താതെ കരയാ വൈജയുടെ മുന്നിൽ. ബാലചന്ദ്രൻ നിന്നോട് എന്നതാ പറഞ്ഞ, എനിക്കത് അറിയണമെന്ന് വൈജ പറയുമ്പോൾ അലീന പിന്നെയും നിന്ന് കരയാ. പോകരുതെന്നാ പറഞ്ഞതെന്ന് അലീന പറഞ്ഞു. അത് മാത്രമല്ല വേറെ എന്തോ ഒന്നുകൂടി ബാലൻ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും വൈജ അലീനോട് പറയാം. അപ്പം എന്നോട് പൊറുക്കണം, എനിക്ക് ഇത്രയും പറയാൻ പറ്റത്തുള്ളൂ എന്ന് അലീന പറയുമ്പം ബാലചന്ദ്രനല്ല ഏത് ദേവചന്ദ്രൻ പോകരുതെന്ന് പറഞ്ഞാലും നിന്നെ ഇന്ന് തന്നെ ഇവിടുന്ന് കെട്ടിക്കും 3 തരവാതെന്ന് അലീനയോട് പറയാം വൈജ. അതിൻ്റെ പേരിൽ ബാലചന്ദ്രൻ എന്നെ വെടിവെച്ച് കൊല്ലുന്നെങ്കിൽ മരിക്കാനും തയ്യാറായിട്ട് ഈ വൈജയന്തി ഇവിടെ നിൽക്കുന്നത് എന്ന് അലീനയോട് വൈജ പറയുമ്പം എനിക്കൊന്നും വേണ്ട, ശമ്പളം പോലും തരണ്ട, ഞാൻ ഇവിടെ ജോലി ചെയ്തോളാമെന്ന് അലീന അന്നേരം പറഞ്ഞു. ഇവിടെയുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഞാൻ വേറെ ഒന്നിനും വേണ്ടിയല്ല എന്ന് അലീന ഈ വൈജയോട് പറയാം. സണ്ണോട് വഴക്കിടല്ലേ, ഇത്തിരി ഒന്ന് ക്ഷമ കാണിച്ചാൽ മതി എന്ന് പറയുമ്പം ഇത് ഞാൻ ക്ഷമിക്കാനോ വൈജയന്തിയെ വേറൊരു ജന്മം ജനിക്കണമെന്ന് വൈജി അലീനയോട് പറയും ആ സമയത്ത്. അപ്പം ഞാൻ കാല് പിടിക്കാം ദൈവത്തെ ഓർത്ത് എന്ന് പറയുമ്പം നിന്റെ ദൈവം അല്ല എൻ്റെ ദൈവം, നിനക്ക് ഞാൻ കണക്ക് തീർത്ത് തന്ന് വിടാവിടിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മോളിൽ നിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴേക്കും അലീന പേടിച്ച് വരച്ചിങ്ങനെ മുകളിലേക്ക് നോക്കുന്നു. വൈജ നിനക്കിവിടുന്ന് പോകാൻ പറ്റാത്ത തടസ്സം എന്താണെന്ന് പറഞ്ഞിട്ട് നീ മുകളിലോട്ട് പോയാൽ മതിയെന്ന് പറയുമ്പോൾ അലീന എന്നും പറഞ്ഞുകൊണ്ട് ദേ അവിടെ നിന്ന് ബാലൻ അങ്ങ് വിളിച്ചു. അപ്പോൾ അലീനെ പിടിച്ച് നിർത്തിയിരിക്കുക വൈജ എന്ന് ബാലന് മനസ്സിലായി. അലീനയാണെങ്കിൽ പേടിച്ച് വിറച്ചരണ്ട് ഇങ്ങനെ നിൽക്കുക. സാറിനെയും പേടിക്കണം, വൈജയും പേടിക്കണം. ഇങ്ങനെ നിൽക്കുമ്പോൾ എത്ര പ്രാവശ്യം വിളിക്കണം നിന്നെ എന്ന് ബാലൻ വന്ന് അലീനയോട് ചോദിച്ചു. നീ കേൾക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ ആണോയെന്ന് ചോദിച്ചു. വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. പാവം പേടിച്ചരണ്ടി ഇങ്ങനെ അവിടെ നിൽക്കുക. ഇങ്ങനെ തുറിച്ചു നോക്കുമോ ബാലനെ വൈജ. ബാലൻ എന്നിട്ട് പതുക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്ക് അലീന മുകളിലോട്ട് കയറി ചെല്ലും കേട്ടോ. അലീന പതുക്കെ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും കാലിടറുന്നുണ്ട്, ഇങ്ങനെ വീഴാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അലീന ആകെ തകർന്ന് തരിപ്പണമായിട്ടാണ് ബാലൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നത്. വൈജ അന്നേരം ഇങ്ങനെ നിൽക്കുകയല്ലേ. വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം. കാരണം തൻ്റെ മുന്നിൽ നിന്ന് വന്ന് അലീനയെ വിളിച്ചുകൊണ്ട് പോകുന്നു, തനിക്ക് യാതൊരു വിലയും തരുന്നില്ല. അതിൻ്റെ ഭയങ്കര കലിപ്പിൽ ബാലനെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നമ്മുടെ വൈജയന്തി ചേച്ചി ഇങ്ങനെ അവിടെ നിൽക്കുക. ബാലനാണെങ്കിലോ ഇവളോട് ഇന്ന് പകരം വീട്ടിട്ടേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിൽ വൈജ ഒരു നോട്ടോ നോക്കിയേച്ച് അവിടെ നിന്ന് അങ്ങും പോരുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് വൈജയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. എന്താ കാര്യമൊന്നും വൈജയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ വൈജയ്ക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനും പേടിയും വെപ്രാളവും ടെൻഷനും ഒക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥയുടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.